ഹായ്, പുതിയൊരു ഫിഷിംഗ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വൈകുന്നേരം ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ 2 കരിമീനെ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ മൺട്രോ തുരുത്ത് ഇറങ്ങി നമ്മൾ കാഴ്ചകളൊന്ന് കാണാമെന്ന് വെച്ചു, തുരുത്തൊക്കെ ഒന്ന് കാണാമെന്നേ വിചാരിച്ചു. അപ്പം തുരുത്തൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക. അപ്പോൾ അത് നമ്മുടെ ബാക്കിൽ കാണുന്ന അതാണ് തുരുത്ത്, അതാണ് തുരുത്ത്. അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്തിരിക്കെ വരണം, അടിപൊളിയാണ്, നല്ല രസമാണ് ഇവിടെയൊക്കെ വരാൻ. മീനെ ഒന്നും തോന്നാൻ കിട്ടിയില്ല, ഒരെണ്ണത്തിനെ കിട്ടിയുള്ളൂ. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഇന്ന് രാവിലത്തെ ഫസ്റ്റ് ഷൂട്ടാണ് കേട്ടോ. ഫസ്റ്റ് ഷൂട്ടിൽ അടിപൊളി ഒരു കരിമീന. അതവിടെ നിന്ന് കറങ്ങും, കറങ്ങി ഒരു കമ്പിൻ്റെ അടുത്ത് നിന്ന് കറങ്ങും. അതായത് നമ്മളൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ, ചെയ്ത് നോക്കട്ടെ. പൊളിച്ച് അടിപൊളിയല്ലേ. കുഴപ്പമില്ലാത്തൊരു മീനെ നമുക്ക് കിട്ടിയത് കേട്ടോ. അതിന് നേരെ കൊണ്ടുവന്ന് നമുക്ക് വണ്ടിയിലിരിക്കുക, ആ കവറിലോട്ട് കൊണ്ടിടാം. ഇട്ടിട്ട് നമ്മൾ വേറെ സ്പോട്ടിലോട്ട് പോവുക. അവിടെ ചെന്നൊന്ന് കറങ്ങിയിട്ട് വരാം. അവിടെ ഇഷ്ടംപോലെ ചെമ്പല്ലിയൊക്കെ ഉള്ളത്. എന്തായാലും ഒന്ന് പോയിട്ട് വരണം. കിട്ടുവാന്നേ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പോയി. എന്തായാലും ഒന്ന് നോക്കാം. നല്ല വെള്ളം കയറ്റം ഉണ്ട് കേട്ടോ, നല്ല വേലിയേറ്റം കേട്ടോ. മറ്റേ അങ്ങ് ഇറങ്ങി നിൽക്കുന്ന വെള്ളം ഇപ്പം ഇനി മേളിൽ കയറി ഇരിക്കുക. അതിൽ അവിടെ ഒരു കരിമീൻ, നല്ല സൈസ് ഒരു കരിമീൻ വരുന്നുണ്ട്. അടിച്ചു നോക്കട്ടെ, കൊണ്ടിട്ടുണ്ടോ കേട്ടോ. കിട്ടി ഞാൻ ഈ ഭാഗത്ത് ഇതേ ഉള്ളായിരുന്നു മീൻ. മറ്റേ ചെമ്പല്ലിയൊന്നും കിട്ടിയില്ല. എന്തായാലും നമ്മൾ മൺട്രോ തുരുത്തോട്ടൊന്ന് പോവുക, കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ. പക്ഷെ അവിടെ പോയാൽ നല്ല സ്പോട്ടാണ് കേട്ടോ. ശനി ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ഭയങ്കര ആളാണ്. അതുകൊണ്ട് നമുക്ക് മീൻ പിടുത്തമൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ചുമ്മാ ഒന്ന് പോയി ഒന്ന് കറങ്ങി സൈറ്റൊക്കെ ഒന്ന് കാണാൻ. വെറുതെയൊക്കെ ഒന്ന് കറങ്ങിയപ്പോൾ ഇഷ്ടംപോലെ കരിമീൻ ഇപ്പോൾ ഉണ്ട് ഇപ്പുറത്ത് കേട്ടോ. ഇപ്പുറത്തൊരു കായൽ പോലെ അവിടെയൊക്കെ ഫിഷിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി കരിമീനൊക്കെ കണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൾത്തിരക്കുണ്ടായതുകൊണ്ട് നമ്മൾ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോഴേ എല്ലാവരും വന്ന് ഇങ്ങനെ നോക്കും. നമ്മളെല്ലാം കണ്ണാടി ഉപയോഗിക്കുന്നുണ്ട്, നമുക്കല്ലേ കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാ മീനും അങ്ങ് പോകും. അതുകൊണ്ട് എടുത്തില്ല. എന്തായാലും നമുക്ക് തുരുത്തൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് സ്പോട്ട്, ഇതാണ് ആ ഭാഗം. ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്, മൺട്രോ തുരുത്ത്. ഇവിടെയൊക്കെ വന്നിട്ടില്ലാത്തവരൊന്ന് വന്ന് നോക്കുക, അടിപൊളി ഭാഗങ്ങളാണ്. ഈ ഭാഗത്തേക്ക് വരണം. എന്നാണ്ട് ഇത് കണ്ടോ, ഈ 2 കമ്പിന് ഇപ്പുറത്തിട്ട് ആൾക്കാർ നടന്നു വന്നുണ്ടോ. കാരണം അവിടെ ഒരു കോൺക്രീറ്റ് റോഡാണ്. പക്ഷേ അത്രയും വെള്ളം ഇഞ്ഞ് കയറി, നല്ല വെള്ളം കയറ്റാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കാണാവുന്ന റോഡാണ്. സ്കൂട്ടറൊക്കെ അടിപൊളിയായിട്ട് പോവും. കണ്ടോ, ഇതുപോലെ നല്ല തെളിഞ്ഞ് കാണാവുന്നേ. പക്ഷെ അത്രയും വെള്ളം കയറി, അങ്ങോട്ട് വെള്ളം കയറി പോകുന്നുണ്ട്. ഇതിലേക്ക് അറിയാൻ പോയത് പോകുന്ന കഴിഞ്ഞ് വെള്ളത്തിൽ വീഴത്തേ ഉള്ളൂ. നല്ല സൈറ്റാണ് കേട്ടോ. ഇഷ്ടംപോലെ വള്ളവും എല്ലാം നല്ല രസമാണ്. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റങ്ങളിലും കയറി പോയി. കൊട്ടവള്ളമുണ്ട്, അല്ലാതെ നമ്മളെ ചവിട്ടി പോകുന്ന ബോട്ട് പോലെ ഉള്ളതുണ്ട്. ഇതൊക്കെ രസം. ഇവിടെ വരണം, വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ തുരുത്തിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് എന്നോ. അത് നമ്മുടെ ഇടത്തെ സൈഡിൽ കാണുന്നത് തുരുത്ത്. കണ്ടോ, ഇതാണ് തുരുത്ത്. ഈ ഭാഗത്താണ് സംഭവം. ഉള്ളിലോട്ട് നല്ല രസമൊക്കെ ആണ്. ഈ 3 ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഉള്ളിലോട്ട് കയറിയിരുന്ന് അവിടെ മരത്തിലൊക്കെ കയറിയിരിക്കാൻ എന്തോ രസമെന്നറിയാമോ. അപ്പം ഇവിടെ ഈ സ്ഥലത്ത് വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കറങ്ങിയിട്ടൊക്കെ പോകും. ശനിയും ഞായറുമൊക്കെ ആണെങ്കിൽ നല്ല ആൾത്തിരക്കുണ്ട്. അന്നേരമൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. എന്തോ രസമാണെന്നറിയാമോ. ഇതാണ് ആ ഭാഗം. ഉണ്ടോ, അതിൻ്റെ ഇടയ്ക്കിട്ട് കണ്ടോ ആൾക്കാർ കയറിയിരിക്കുന്നുണ്ടോ. അവർ ചിലപ്പം വെള്ളത്തിൽ നിന്ന് കയറി അവർ ആ തുരുത്തിനകത്തൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുന്നതാണ് മിക്കവാറും ഒക്കെ. അപ്പോൾ ഇന്ന് ആ കൗതുകമൊക്കെ തോന്നി, ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി, അങ്ങനെ എടുത്തതാണ്ടോ. ഇത്രയേ ഉള്ളൂ, ആ തുരുത്തിൻ്റെ ഭാഗങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കാണാൻ ഒരു ഭംഗിയാണ്.
ഞാൻ പോയത് വൈകുന്നേരം സമയത്താണ് കേട്ടോ. അതാണ് നമുക്ക് ഇത്രയും കാണാൻ പറ്റിയുള്ളൂ. പക്ഷേ ഇച്ചിരിയും കൂടെ താമസം, കാരണം ഇച്ചിരിയും കൂടെ ഇരുട്ടി കഴിഞ്ഞ് ഇച്ചിരി 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ആൾക്കാർ കാണും. പിന്നെ ഇരുട്ടി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ കുറയും. എന്തായാലും ഇവിടെ വന്നിട്ടില്ലാത്തവർ എന്തായാലും വന്ന് നോക്കുക, അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. ഇങ്ങനെ മറിഞ്ഞു വീഴാതെ ഇതേ അങ്ങ് പോകണം. താഴെ വീണ വെള്ളം കുടിക്കും. പിന്നെ സെറ്റപ്പ് നല്ല രസമാണ് ഇവിടെ ഭാഗങ്ങളൊക്കെ കാണാൻ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്തവർക്കൊന്ന് വരണം കേട്ടോ. അതാ കല്ലട ആറ് വന്ന് കയറുന്ന ഭാഗം ഇതൊക്കെ. ചേട്ടൻ ചൂണ്ടയൊക്കെ ഇടുന്നു. എന്താ രസമെന്നറിയാമോ, വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ആൾ തിരക്കമുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാനും ഒരു രസമാണ്. കണ്ടോ, കൊട്ടവഞ്ചിയും എല്ലാ ദിവസവും ഉണ്ട്. എനിക്കിനി ഇവിടെ ഒറ്റയ്ക്ക് ഒരു ദിവസം വരണം ഫിഷിങ്ങിന്. ആളൊന്നും ഇല്ലാത്ത സമയത്ത് വരണം. കാരണം എല്ലാം വണ്ടി പോകുന്നതിൻ്റെ അപ്പുറത്തൊരു കായൽ പോലെ കേട്ടോ. അവിടെയുണ്ട്. ദാണ്ട് ഇപ്പുറത്ത് കണ്ട് ആ ഫ്രണ്ടിൽ കാണുന്ന തുരുത്ത് കണ്ടോ, അതിനപ്പുറത്ത് കായൽ. ഇവിടെ ഫുള്ളും സെറ്റപ്പ്. ഇവിടെ നമുക്ക് ഫിഷിങ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടെ എപ്പോഴും ഓളോ ഉണ്ട്, കാറ്റടിക്കുമ്പോൾ ഓളോ. അപ്പുറത്തൊക്കെ ഉണ്ട്, ആ കടയുടെയൊക്കെ അപ്പുറത്തൂടെയൊക്കെ കടയൊക്കെ വെള്ളം കയറി കിടക്കുക. മറ്റേത് നല്ല രീതി നമുക്ക് അതിലെ കൂടെ നടന്നു പോകുന്നത് പാവോ. അതുകൊണ്ട് അവിടെയൊക്കെ ഒരു കൊച്ചൊരു പാലം കണ്ടോ, ആ പാലത്തിനപ്പുറത്തെ ചവിട്ടുന്ന ബോട്ട് സൈസൊക്കെ ഉണ്ട്. ഇപ്പം ദിവസം കൊണ്ട് 100 രൂപ, മണിക്കൂർ 100 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഞാനൊരു ചോദിച്ചായിരുന്നു, മണിക്കൂർ 100 രൂപയൊക്കെ. എന്നാലും അല്ലാതെ നമുക്ക് ഫിഷിങ്ങിന് പോകണമെങ്കിൽ ഇവിടെ വള്ളവും വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. ദിവസം 100 രൂപ എങ്ങാണ്ടാന്ന് പറയുന്നു. ഫിഷിങ്ങിന് പോകണമെങ്കിൽ വള്ളവും വാടകയ്ക്ക് എടുത്ത് നമുക്ക് പോയി ഫിഷിങ്ങൊക്കെ നടത്താം. ഞാനെല്ലാം ചോദിച്ചറിഞ്ഞ്, വെള്ളമൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നതെല്ലാം ഞാൻ ചോദിച്ചറിഞ്ഞ്. എന്തായാലും നമുക്ക് ഒരു ദിവസം ഒന്ന് വള്ളത്തിലേക്ക് ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ആ വിരൽ ചൂണ്ടുന്ന ഭാഗം മൊത്തം റോഡാണ്. നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, 2 കമ്പ് കാണിച്ചു തന്നില്ലേ നടന്നു വന്നേ, ആ ഭാഗങ്ങളത്. പക്ഷേ ഇത് നല്ലൊരു വെള്ളം കയറ്റമായി പോയി. ഇനി ഞാൻ പിടിച്ച മീനൊക്കെ കാണണ്ടേ. അതിനു മുമ്പ് ഒരു അമ്മച്ചി ഭയങ്കര ഒരു വാഹയെ കൊണ്ടുവന്നു. കാരണം ആ വാഹയൊന്ന് കാണണം, ഒരു ചരുവത്തിനകത്ത് വെച്ചിരിക്കുക, വിൽക്കാൻ കൊണ്ടുവന്നേ. എന്നാലും ഞാൻ ആ ചായക്കടയിൽ നിന്ന് ചായ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചി കണ്ടേ. ഞാൻ ആദ്യം വിചാരിച്ചു വാളയെന്ന് പറഞ്ഞപ്പോൾ വാളയാണോ. അങ്ങനെ എൻ്റെ അടുത്ത് വിലയൊക്കെ ചോദിച്ചാൽ വാളയ്ക്ക് എന്തോ ആവുമെന്ന്. ഞാൻ പറഞ്ഞു വാളയല്ല മോനെ, വാഹ. നമുക്ക് ആ വാഹയൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഞാൻ പിടിച്ച കരിമീൻ. 2 എണ്ണ കിട്ടിയോളൂ. വന്നപ്പോൾ രാത്രിയായി. അപ്പോൾ രാത്രി നമ്മളതിനെ കഴുകി വൃത്തിയാക്കി എടുത്ത വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.